തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുള്ള ക്യാമ്പയിൻ നടത്താൻ ബിജെപി തീരുമാനം. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കൊച്ചിയിൽ ചേർന്ന ബിജെപി സംസ്ഥാന നേതൃയോഗം കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് അമിത്ഷാ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ ചേർന്ന ബിജെപി നേതൃയോഗത്തിന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താനാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ യോഗം ചേർന്നത്. ദേശസുരക്ഷയ്ക്ക് പ്രാധാന്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയെന്ന് അമിത്ഷാ യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. കേരളത്തിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് സംസ്ഥാനം അവഗണിച്ചുവെന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടിയതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പറഞ്ഞു. വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് ബിജെപി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി 25 പരിപാടികൾ അവതരിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ വികസന അജണ്ട ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത്. സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് ആവർത്തിച്ച് കേന്ദ്രം കൊടുക്കുന്ന നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങളൊന്നും നടപ്പിലാക്കാൻ നേരത്തെ UDF ഗവൺമെന്റ് ആയാലും ഇപ്പോഴത്തെ LDF ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. പോപ്പുലർ ഫ്രണ്ടിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഈ കേരളത്തിൽ മറ്റു പല രൂപത്തിലും പ്രവർത്തിക്കുന്നു എന്ന് കേന്ദ്ര ഇന്റലിജൻസ് ആവർത്തിച്ച് കേരള ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. കേരളത്തിലെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ ചില ആളുകൾ പരിശ്രമിക്കുന്നു. സംസ്ഥാന ഗവൺമെന്റ് ദേശവിരുദ്ധ ശക്തികൾക്കെതിരായി നടപടി സ്വീകരിക്കുന്നില്ല. ദേശീയ ഗവൺമെന്റ് വരണം, BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് വരണം. 2026 ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റ് കേരളത്തിലുണ്ടാവണം. കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കുമ്മനം രാജശേഖരൻ, PK കൃഷ്ണദാസ്, V മുരളീധരൻ, K സുരേന്ദ്രൻ, BJP സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ അധ്യക്ഷന്മാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. നേതൃയോഗത്തിന്റെ തുടർച്ചയായി ശനിയാഴ്ച രാവിലെ മുതൽ തൃശൂരിൽ BJP സംസ്ഥാന ശില്പശാലയും നടക്കും. യോഗത്തിന് ശേഷം പഹൽഗാമിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ ഭാര്യ ഷീലയെയും മകൾ ആരതിയെയും അമിത്ഷാ സന്ദർശിച്ചു. അമൃത ന്യൂസ്, കൊച്ചി.